കട്ടിലിൻ്റെ അടിയിൽ കയറി കിടന്നിട്ട് വിളിച്ച വരാണ്ടെന്ന് എനിക്ക് വേറെ പണികളുണ്ട്, നിന്നെ നോക്കലല്ലോ. എന്തിനാ അങ്ങോട്ട് തിരിയണം നീ? കാര്യം പറയുമ്പോൾ മനുഷ്യന് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി, 1 വർഷം ആകാറായി. അവൾക്ക് എണിക്കാൻ വയ്യ, സുഖമില്ലാന്നും പറഞ്ഞിട്ട് ഞാൻ വളരെ എന്താ പറയുക ദയവോടെ കണക്കാക്കണം. എന്നിട്ട് അവൾ കട്ടിലിൻ്റെ അടി കിടന്നിട്ട് പിന്നെ തിരിച്ചു വരാണ്ടിരിക്കുക. എന്താ നോക്കണം നീ? എന്താ നോക്കണം? കള്ളക്കഴുത്. എത്ര പറഞ്ഞാലും അറിയില്ല എന്ന് പറഞ്ഞാൽ എണിച്ച് നടക്കാൻ തുടങ്ങണ്ടേ ഇനി എപ്പോഴാ? അങ്ങനെ കിടന്നോ. ഇതാ ഭക്ഷണം തരാം. ഞാൻ സാധാരണഗതിയിൽ നിൻ്റെ ഒപ്പം ഇരിക്കില്ലേ? ഇനി ഇരിക്കണല്ലോ, വേണേ കഴിച്ചോ കേട്ടോ. ഇതാ വേണേ കഴിച്ചോ, നല്ല ബീഫ് എല്ലാം കഴിച്ചോ. ഇതാ പാലുമുണ്ട്. ഞാൻ നിനക്ക് ഒപ്പം നിൽക്കണില്ല കേട്ടോ. ഇനി വേണേ കഴിച്ചോന്നോ, കഴിച്ചോ. പാല് വേണേ കഴിച്ചാൽ മതി, നോക്കണല്ലോ കഴിക്കുകയിരിക്കണം. എപ്പോഴും തന്നെ അവസ്ഥ, ഒപ്പം നിൽക്കണം, വാരി കൊടുക്കണം. കഴിച്ചോ, വേണേ കഴിച്ചോ, ഞാൻ ഒപ്പം നിൽക്കില്ല കേട്ടോ. കഴിച്ചോ, ഇല്ലേ വേണ്ട. എന്തോ നോക്കണം പറയുമ്പോൾ? എന്താണ് നോക്കണം നീ? മനുഷ്യന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. നിന്റെ കാരണം കൊണ്ട് പുറത്തെവിടെയും പോകാനും പറ്റണില്ല, ദൂരയാത്രയ്ക്കും പറ്റണില്ല. നോക്കണം അവള്. നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി വേണേ തിന്നാൽ മതി. ഞാൻ നിന്നെ കൂട്ടിനകത്തിനിട്ട് നിന്റെ ഉള്ളിൽ കിടത്തലൊക്കെ നിർത്തുക. വലിയ കിടക്കേക്ക് വിരിച്ചു എടുത്ത് അവിടെയല്ല കിടക്കുക, കട്ടിലിൻ്റെ അടിയിൽ വന്ന് കിടക്കുക. മനുഷ്യനെ എടുക്കാൻ ബുദ്ധിമുട്ടാകുക. എന്നാൽ എണീറ്റ് വരുമോ? അതും ചെയ്യില്ല. എടുക്കുമ്പോൾ മൂത്രവും പോവും. ഇപ്പം പറയുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടും കള്ളനോട്ടം നോക്കിയിട്ടും കള്ളക്കഴുത. വേണേ കഴിച്ചോ, ഞാൻ നിന്റെ ഒപ്പം നിൽക്കില്ല. കഴിക്കുക കുടിക്കുക എന്തെങ്കിലും ചെയ്തോട്ടാ.